സി.പി. രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതി. 300-നെതിരെ 452 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥിയുടെ ജയം. 13 MP-മാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. Shri Buchi Reddy Sudarshan Reddy has secured 300 first preference votes and Shri C.P. Radhakrishnan has secured 452 first preference votes. As the first preference vote secured by Shri C.P. Radhakrishnan was greater than the requisite quota, hereby declare that Shri C.P. Radhakrishnan, Jal Bhushan, Raj Bhavan, Walkeshwar Road, Malabar Hill, Mumbai, has been duly elected to the office of Vice President of India. ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ നിയുക്ത ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണന്റെ തിരുപ്പൂരിലെ വീട്ടിൽ നിന്ന് ശ്രീകുമാരൻ നമ്മളോടൊപ്പമുണ്ട്. ബൽറാം, NDA സ്ഥാനാർത്ഥിയായ സി.പി. രാധാകൃഷ്ണന്റെ വിജയം എന്നത് സുനിശ്ചിതമായിരുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷ നിരയിലെ വിള്ളലാണ് ഈ വോട്ടെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണല്ലോ NDA പ്രതികരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിജയത്തിന് ശേഷമുള്ള NDA നേതാക്കളുടെ പ്രതികരണം? എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി.പി. രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാകുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ ബൽറാം? GK, അത്യന്തം വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വരുമ്പോൾ സി.പി. രാധാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ 152 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തവണ കടുത്ത മത്സരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ വോട്ടുകൾ മുഴുവനായും പുറത്തു പോകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ, അത് പരിശീലന പരിപാടികളും തുടർച്ചയായുള്ള കൂടിക്കാഴ്ചകളിലൂടെയും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പിൽ 752 സാധുവായ വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. 767 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടെങ്കിലും 15 വോട്ടുകൾ അസാധുവായി. പോൾ ചെയ്യപ്പെട്ട 752-ൽ 452 വോട്ടുകളും സി.പി. രാധാകൃഷ്ണൻ ലഭിച്ചപ്പോൾ NDAയുടെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ബി സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. 427 വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നു BJP അവകാശപ്പെട്ടിരുന്നത് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു. ക്രോസ് വോട്ടിംഗ് ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നു. 19 വോട്ടുകളാണ് കൂടുതലായി NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അതിൽ 15 വോട്ടുകൾ ക്രോസ് വോട്ടിംഗ് ആയി ലഭിച്ചു എന്നാണ് BJP വ്യക്തമാക്കുന്നത്. അത് ആരുടെ എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. ഇന്ത്യ സഖ്യത്തിനുള്ളിലെ വിള്ളൽ പ്രകടമാകുന്നത് തന്നെയായി ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പോലും ഇന്ത്യ സഖ്യ നേതാക്കൾ ഇത്തവണ പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും അതുകൊണ്ട് തന്നെ ഒരു വോട്ട് പോലും അസാധുവാവില്ല, പുറത്തു പോകില്ല എന്നും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ അവകാശവാദങ്ങൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഫലം പുറത്തു വരുമ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിക്ക് 15 ക്രോസ് വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകുന്നത്. BJP നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. നക്സൽ അനുകൂലികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും ഒപ്പം തന്നെ 15 വോട്ടുകൾ ആരുടെ എന്നുമുള്ള ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ